സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിഴിപ്പൊറോട്ട കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അനിയൻ്റെ ഒരു ഷോർട്സ് അല്ല, അവൻ്റെ ഒരു ഇത് കണ്ട് സ്റ്റോറി കണ്ട്, മറ്റേ കിഴിപ്പൊറോട്ടേനെ ഇങ്ങനെ കെട്ടൊക്കെ വെച്ച് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കഴിക്കാൻ നോക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ തിന്നാനൊരു പൂതി. അപ്പോൾ ബീഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈറ്റിലേക്ക് കിഴിപ്പൊറോട്ട ആക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പൊറോട്ട ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട്, പൊറോട്ട ഉണ്ടാക്കാനൊന്നും കഴിയില്ല. പൊറോട്ട വാങ്ങിയിട്ട് സെറ്റാക്കി ഹോട്ടലിൽ നിന്ന് വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫും വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫൊന്ന് മസാലയൊക്കെ ഗ്രേവിയൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് അത് ആവിക്ക് വെക്കണം. അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതൊക്കെ ആക്കിയിട്ട് അപ്പം ചെമ്പിൽ വെക്കണം. അപ്പോൾ മുറിച്ചിട്ട് തരാം. അല്ല, ആവിയിട്ടില്ല. ആവിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഈ ഇരുട്ടത്ത് വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടി വന്നതാണ് പയ്യപ്പുറത്തേക്ക്. ഇങ്ങോട്ടാ അല്ല പറയുമ്പോൾ മേലെയാണല്ലോ, എങ്ങനെ കിട്ടും? ഈ താഴെയുള്ള ഇലയൊക്കെ നാശമായിരിക്കും. ആ ചെറുതെന്ന് വെട്ടാൻ പറ്റുമോ? അതാ അവിടെ ചെറുത് കണ്ണ്. ചെറിയ പൊറാട്ടയല്ലേ, പറ്റൂല. ഇങ്ങോട്ടാ ഫോണും കൊണ്ട് കിട്ടിയോ? അതിലുണ്ടാവോ? മൂന്നെണ്ണത്തിനുള്ളത് വേണം. അതുകൊണ്ട് പൊതിയാൻ പറ്റുമോ? ആ, അതിന് മേൽഭാഗം നന്നില്ല. ഇപ്പുറത്തെ സൈഡ് നല്ലതാ. ഉണങ്ങിയല്ലേ? ഇതാ ഇവിടെ ഇത് അതന്നെ നിങ്ങളെ പിടിച്ചാണ്. മതി. ടോർച്ച് എന്തിനാ കത്തിച്ചെങ്കിലും ഒരു തുള്ളി വലിച്ചല്ലേ, വെറുതെ കൈ പിടിച്ചിക്ക പോവാ അതിനാപ്പി. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായതിലേക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പൂളാട്ടോ ഇടുന്നത്. തേങ്ങാപ്പൂൾ ഇങ്ങനെ പൂണ്ടെടുത്തത്, അത് നല്ല ചൂടായി. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉള്ളി എടുത്തിടാം. അപ്പോൾ തേങ്ങാപ്പൂളൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ വാട്ടി, നല്ല മറ്റേ ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം ഇങ്ങനെ വാട്ടി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തക്കാളി ആഡ് ചെയ്യാം. വേവിച്ച് വെച്ച ബീഫ് ഇതാ കുക്കറിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിവിടെ ഞാൻ അരിയെ തന്നെ സെറ്റാക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ ഉള്ളി ഇതാ വാടിയോണ്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പൂതി തോന്നി നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കണം, പിന്നത്തേക്ക് വെക്കരുത്. സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ ഞാനങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി തൈ പരിവായ്പ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചിട്ടത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇട്ടാൽ അതിങ്ങനെ അടിയിൽ പിടിച്ച പോലെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഉള്ളി വാടാൻ ബുദ്ധിമുട്ടേക്കും. അതുകൊണ്ടാണ് ഒന്ന് വാടിയിട്ടിട്ടത്. ഉള്ളി ആയതിന് ശേഷം തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ ഉപ്പാപ്പ എവിടെ പോയി പാപ്പ? കേറ്
കേറടാ കേറടാ. ഓ പിന്നെ കേറ് കേറ്. ആ പിന്നെ ഗൈസ് ഉറക്ക് വന്നിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലും ഇളക്കോ കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഉമ്മ കൊണ്ടുപോയി തൊട്ടിയിൽ താഴ്ത്തി നോക്കുമ്പോൾ ഉറങ്ങാണ്ട് അങ്ങനെ തന്നെ എണീറ്റ് വന്നിപ്പോൾ കളിക്കുകയാണ് കേട്ടോ. മൈനാബി എന്താ അത്? ഹായ് കണ്ട അമ്മ കണ്ട കണ്ട ഇവിടെ കൊണ്ടടാ ഇവിടെ കൊണ്ടടാ കിട 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 കിട. മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി ഇറച്ചി മസാലയും അങ്ങനത്തെ പൊടികളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടോ. ഇടുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ നല്ല പച്ചവളം മാറുന്നത് വരെ ഇളക്കിയും കൊണ്ട് നിൽക്കുകയാണ്. ഇത് ഇളകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറച്ചി ഇടാൻ. ഇറച്ചി ഇതിനകത്തേക്ക് തട്ടാൻ പോകും കേട്ടോ. ചാറത് മതിയില്ലേ? അതിൻ്റെ മേലെ അല്ല അതിൻ്റെ മേലെ പൊറോട്ട വെക്കണം. മേലെ വയ്ക്കുന്നുണ്ടോ? വേണ്ട മേലെ വയ്ക്കണ്ട, അഥവാ പോയാലും മതി. അങ്ങോട്ട് കെട്ടിയാൽ പൊട്ടുമോ? മറ്റേ പാനിൽ വെച്ച് ചൂടാക്കുമ്പോൾ മറിച്ചിടൊക്കെ ചെയ്യണ്ടേ? പൊട്ടിയിരുമോ? മറിച്ചിടില്ല. അടി ചൂടാക്കിയിട്ട് ഒന്ന് മറിച്ചിട്ടും ചൂടാക്കും, മേൽഭാഗം ചൂടാക്കും. നല്ല ആവിക്കുന്നു. ഇങ്ങനെ വെക്കാൻ ആവിക്ക് വെക്കണ ആവിക്ക് വെക്കാം, അതൊക്കെ നല്ലേ അല്ലേ? അത് പൊട്ടിയോ? കയറ് വേറെ മറ്റേ നൂലെടുത്താലോ? മിഷീൻ നൂലെടുത്താലോ? മതി. അതാ പൊട്ടിക്കണ്ടേ? അയ്യോ നൂല് താഴെ ഇവിടെ. ഇപ്പം തന്നെ പൊട്ടി. ഇല വന്നില്ല. അപ്പോൾ ഇതാ 3 കിഴി പൊറോട്ട ഇതാ 3 കിഴിയാക്കിയിട്ട് അപ്പച്ചമ്പിൽ ഇതാ സെറ്റ് ചെയ്ത് വെച്ച്. ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പച്ചമ്പിൽ ഞാൻ പാനിൽ വെച്ചിട്ട് ആക്കാൻ വിചാരിച്ച്. അപ്പോൾ പാനിലാക്കുമ്പോൾ തിരിച്ചിടുമ്പോൾ അതൊരു ഇത് വരും, അതുകൊണ്ട് അപ്പച്ചമ്പിൽ തന്നെ വെച്ചതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തീ ഞാൻ കത്തിച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. നമുക്ക് മൂടിയിട്ട് ഇതൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം. വേവിക്കാനൊന്നുമില്ല, കറിയും വെന്തതാണ് പൊറോട്ടയും വെന്തതാണ്. എന്നാലും ആവി കയറിയ മറ്റേ ഇലേൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട അയക്കുന്നുണ്ട് കേട്ടോ. ആവി വന്നിട്ട് ഞാൻ മറന്നുപോയി ഓഫാക്കാൻ. തുണി മടക്കുന്നിടത്ത് ഓടി വന്നതാണ്, മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്. സാധനം അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്, നല്ല ആവി വറക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ട് കളിമക്കൾ. വീഡിയോ എടുക്കാണ്. എങ്ങനെയുണ്ട് കീ പൊറോട്ട? വേരുമായിട്ട് ഉപ്പ് മൂക്ക് വലിച്ചോണ്ടാട്ടോ കഴിക്കുന്ന കൈസ്. അന്നുവിന് ഞാൻ ഇങ്ങനെ കൊടുത്തിക്കില്ല. അന്നുവിന് ഞാൻ മറ്റേ കറി ഇതാക്കിയിട്ടാണ് കൊടുത്തത്, ഇറച്ചി മാത്രം കൂട്ടിയിട്ട്. ഭയങ്കര സോഫ്റ്റില്ലേ? ഗൈസ് നമ്മൾ കിഴി പൊറോട്ടയൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി വന്നതാട്ടോ.
പിന്നെ കിഴിപ്പൊറാട്ട സംഭവം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് തീരെ എരിവ് പറ്റാത്ത ഒരാളാട്ടോ പക്ഷേ ഞാൻ എന്തുണ്ടാക്കിയാലും ലേശം എരിവ് കൂടും. അത് എന്താണെന്ന് എനിക്കറിയില്ല, ലേശം എരിവാകും. പക്ഷേ ലേശം എരിവ് ഉണ്ടായിരുന്നു. എന്നാലും സാധനം രസമായിരുന്നു. പിന്നെ കഴിക്കാൻ നേരം വൈകുന്നേരം 10:30 ആയി കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് തുറക്കുന്നൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. കാര്യം പറയാൻ മറന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ.